റേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണാറുണ്ട്. മലയാളം എന്ന് പറഞ്ഞാൽ മോഹൻലാൽ, തമിഴെന്ന് പറഞ്ഞാൽ രജനീകാന്ത്, തെലുങ്ക് എന്ന് പറഞ്ഞാൽ അല്ലു അർജുൻ, കന്നഡ എന്ന് പറഞ്ഞാൽ യാഷ് എന്ന് പറഞ്ഞു കേട്ട്. പക്ഷേ എനിക്ക് മനസ്സിലായില്ല സംഭവം എന്താണെന്ന്, ഇത് എവിടെ നിന്നാണ് വന്നതെന്ന്. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങാണ്ട് റിലീസിന് കാത്തിരിക്കുന്ന ഒരു ഹിന്ദി സിനിമയിലോ മറ്റോ ഉള്ള ഒരു വിഷ്വൽ അല്ലെങ്കിൽ ഒരു സീനിൽ അതിനകത്ത് നായികയോ മറ്റാരോ പറയുന്നതാണ് ഈ ഒരു ഡയലോഗ്. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ചില ആൾക്കാർ ഏറ്റുപിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പം ഈ പറയുന്ന ആളുകളെയൊക്കെ ഇഷ്ടപ്പെട്ട സംവിധായകനോ അല്ലെങ്കിൽ ഇവരോട് താല്പര്യമുള്ള പ്രൊഡ്യൂസറുടെ ഭാഗത്ത് നിന്ന് ഇവരോട് താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ തിരക്കഥാകൃത്തുക്കൾക്കോ ആർക്കെങ്കിലും അത്തരത്തിലുള്ളൊരു താല്പര്യം ഉണ്ടാവും. അതിൻ്റെ പുറത്ത് എഴുതി കൊടുത്ത ഒരു ഡയലോഗാവും. അതുപോലെ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ട്, കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് എവിടെയോ എനിക്ക് തോന്നുന്നു ഏതൊരു സെമിനാറോ വെമിനാറോ അങ്ങനെ എന്തോ ഒരു കാര്യത്തിന് ഇടയ്ക്കൂടെ ഒരു പെൺകുട്ടി അവിടെ പറയുന്നത് കേട്ട് ലാലേട്ടൻ ഒരുപാട് പ്രാവശ്യം ഫൈനൽ റൗണ്ടിൽ വന്നിട്ടും അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് മറ്റോ കിട്ടാതെ പോയതാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ മറ്റോ കണ്ട പറഞ്ഞ കുറച്ച് നാളായ വീഡിയോ ഞാൻ കണ്ടിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്, എനിക്ക് നാഷണൽ അവാർഡിൻ്റെ കാര്യമായിരിക്കും അവർ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യത്തിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു ചെറിയൊരു ഇതെവിടെയോ വിഷ്വൽ എവിടെയോ ഞാൻ കണ്ടതായിട്ട് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുമ്പം ഈ ലാലേട്ടൻ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ലാലേട്ടൻ മലയാളത്തിൽ ഏറ്റവും വലിയൊരു താരവും ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളുമാണെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ ഈ ലാലേട്ടൻ ഫൈനൽ റൗണ്ടിൽ വന്ന് കിട്ടാതെ പോയ അവാർഡുകളെക്കാട്ടിൽ എത്രയോ ഇരട്ടിയാണ് മമ്മൂക്ക നാഷണൽ അവാർഡിൻ്റെ ഫൈനൽ റൗണ്ടിൽ വന്നിട്ട് നാഷണൽ അവാർഡ് കിട്ടാതെ പോയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എണ്ണം എടുത്താൽ. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ലാലേട്ടൻ്റെ കുറിച്ച് പറയുന്നതാണ് ഞാൻ കണ്ടത്. ഇതിനകത്ത് മമ്മൂക്കയെ കുറിച്ച് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചിലപ്പം കുറച്ച് ഭാഗവും കണ്ടുകൊണ്ടായിരിക്കും ലാലേട്ടൻ്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കും. ലാലേട്ടന് ഫൈനൽ റൗണ്ടിൽ കൂടുതൽ അവാർഡ് കിട്ടിയില്ല, മലയാളം എന്ന് പറയുമ്പം മോഹൻലാലാണ് എന്നൊക്കെ പറയുന്നത്. ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് നടക്കാൻ കുറേ ആൾക്കാരും. ഇതിനകത്ത് രസം എന്താണെന്ന് വെച്ചാൽ മലയാളം എന്ന് പറയുന്നത് മോഹൻലാലാണ്, അപ്പോൾ ലാലേട്ടനാണ്. അപ്പോൾ ഈ ലാലേട്ടനെ കുറിച്ച് നമ്മളൊന്ന് നോക്കിയാൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ തുടരും എന്ന് പറയുന്ന ഒരു സിനിമ മാത്രം ബോക്സ് ഓഫീസിൽ വിജയിക്കുകയും അവിടുന്ന് അങ്ങ് ബാക്ക്ഔട്ട് എടുത്താൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പരാജയ ചിത്രങ്ങൾ സമ്മാനിക്കുകയും ചെയ്തിട്ടുള്ള, അതായത് തുടരെ പരാജയ ചിത്രങ്ങൾ സമ്മാനിക്കുകയും ചെയ്തിട്ടുള്ള ലാലേട്ടനാണ് മലയാള സിനിമ എന്ന് പറയുന്നതെന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ മലയാള സിനിമ കളിയാക്കുന്നതല്ലേ അതിൻ്റെ അർത്ഥം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം തുടരുമെന്ന് പറയുന്ന ഒരു സിനിമ മാത്രം വിജയിപ്പിക്കുകയും കഴിഞ്ഞ കാലങ്ങളിൽ മലയാള സിനിമയുടെ ഭാഗമായിട്ട് നിന്ന് ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങുകയും ഏറ്റവും വലിയ പരാജയങ്ങൾ നിരത്തി മലയാള സിനിമയ്ക്ക് നേടിക്കൊടുത്ത് ലാലേട്ടാണ് മലയാള സിനിമയെന്ന് പറയുമ്പം, ഈ ഒരു അവസ്ഥയിൽ അത് പറയുമ്പം എനിക്ക് തോന്നുന്നു മലയാള സിനിമ ഒന്നും അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മലയാള സിനിമ എന്ന് പറഞ്ഞ ഒരു വലിയൊരു സീറോയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത്തരത്തിലുള്ള ഒരു ഡയലോഗ് എഴുതി വെച്ചത്. ഇനി അടുത്ത തമിഴ് നമുക്കെടുക്കാം. രജനീകാന്തിൻ്റെ പ്രതാപമെല്ലാം ഒരു നടൻ എന്നുള്ള രീതിയിൽ, ഒരു താരം എന്നുള്ള രീതിയിലും തമിഴ്നാട്ടിൽ ഏതാണ്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് കൂലി എന്ന് പറയുന്ന ഒരു സിനിമയിൽ കൂടെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ്, അതായത് വിജയിയെ പോലുള്ള, അജിത്തിനെ പോലുള്ള ബോക്സ് ഓഫീസിൽ വളരെ ശക്തമായിട്ടുള്ള, ഇവിടെ മലയാളത്തിനെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം മമ്മൂക്കയും ലാലേട്ടനും കഴിഞ്ഞ് തന്നെ ഉള്ളു ഏത് യുവതാരത്തിനെയും പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ തമിഴ് സിനിമയിലേക്ക് നമ്മൾ വരുമ്പം വിജയ് എന്നും അജിത്ത് എന്നും പറയുന്ന വലിയ സ്റ്റാർ വാല്യൂ ഉള്ള രണ്ടാൾക്കാരുടെ പുറത്ത്, നമ്മൾ സ്റ്റാർ വാല്യൂ ആണ് അവിടെ നോക്കുന്നതെങ്കിൽ വിജയും അജിത്തും തന്നെയാണ് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ രണ്ട് സ്റ്റാർസ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ സൂര്യയൊക്കെ പോലുള്ള ആൾക്കാരാണ് അവിടുത്തെ ഏറ്റവും വലിയ സ്റ്റാർസ്. രജനീകാന്ത് ഇന്നൊരു തമിഴ്നാട്ടിലൊരു വലിയ സ്റ്റാറേ അല്ല, ഇവർക്കൊക്കെ താഴെ നിൽക്കുന്ന ഒരു നടൻ മാത്രമാണ് രജനീകാന്ത്. ഇനി തമിഴിലെ ഏറ്റവും വലിയൊരു ആക്ടറെ ഉദ്ദേശിച്ചാണ് അത്തരത്തിലുള്ളൊരു കാര്യം പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും കമൽഹാസൻ എന്ന് പറയുന്ന ഒരു പേരായിരുന്നു അവിടെ പറയേണ്ടത്. അപ്പോൾ അത് പറഞ്ഞില്ല. അപ്പോൾ തമിഴ്നാട്ടിലും ഏതാണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന രജനീകാന്താണ് തമിഴ്നാടെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് തമിഴെന്ന് പറയുന്നത് രജനീകാന്താന്ന് പറയുമ്പം അത് ഫലത്തിൽ തമിഴ് സിനിമയും ആക്ഷേപിച്ചതിന് തുല്യമോ. അടുത്ത ആൾ അല്ലു അർജുനാണ്. തെലുങ്ക് എന്ന് പറയുന്നത് അല്ലു അർജുനാണ്. ഈ അല്ലു അർജുനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അല്ലു അർജുൻ തെലുങ്കിൽ ഏറ്റവും വലിയ സ്റ്റാർ തന്നെയാണ്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തെലുങ്ക് സിനിമയിൽ നിന്ന് നാഷണൽ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ഒരേ ഒരാൾ അല്ലു അർജുനാണ്. അതിൻ്റെ പേരിൽ അല്ലു അർജുൻ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റുവാങ്ങിയ ഒരു ട്രോള് നമ്മൾ കണ്ട്, അല്ലു അർജുൻ അവാർഡ് കിട്ടിയെങ്കിൽ ഇനി ഇവിടുന്നുള്ള ടിനി ടോമിനൊക്കെ വരെ അവാർഡ് കിട്ടും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് വരെ അവാർഡ് കിട്ടും, അല്ലെങ്കിൽ ഉണ്ണിമൂന്നൻ അവാർഡ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ട്രോൾ ഈ അടുത്ത കാലത്ത് ഏറ്റുവാങ്ങിച്ചിട്ടുള്ള ഒരാളാണ് അല്ലു അർജുൻ. അതുവഴി തെലുങ്ക് സിനിമയ്ക്ക് പോലും കടുത്ത വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നേടിക്കൊടുത്തിട്ടുള്ള ആളാണ് അല്ലു അർജുൻ. അപ്പോഴും ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ട്രോള് തെലുങ്ക് സിനിമയിൽ നിന്ന് ഏറ്റുവാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന അല്ലു അർജുനെയാണ് അവിടെയും പറയുന്നത്. അപ്പോൾ തെലുങ്ക് സിനിമയും ഒന്നും അല്ലെന്നാണ് പറയുന്നത്. അടുത്ത ആളാരാണ്? യാഷാണ്. അതായത് യാഷിൻ്റെ ജീവിതം നമ്മൾ എടുത്ത് നോക്കാം, സിനിമ കരിയർ തന്നെ നമുക്ക് എടുത്ത് നോക്കാം.
യാഷിന് എടുത്തു പറയാൻ വേണ്ടി രണ്ട് വലിയ സിനിമകൾ മാത്രം, KGF Chapter 1 Chapter 2 എന്ന് പറയുന്ന 2 സിനിമ. അതിനുശേഷം ഏതെങ്കിലും ഒരു വലിയ സിനിമയ്ക്കകത്ത് യാഷ് നായകനായിട്ട് വരുവോ അല്ലെങ്കിൽ വലിയ ബോക്സ് ഓഫീസിൽ ഏതെങ്കിലും ഒരു വിജയം ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്യാൻ സാധിക്കാത്ത ഒരു നടനാണ് യാഷ് എന്ന് പറയുന്നത്. അതായത് ഇന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ഈ പറയുന്ന കണക്ക് കന്നഡയിൽ നമ്മളൊരു KGF ഒക്കെ വെച്ച് വിലയിരുത്തുമ്പം അദ്ദേഹമാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു സ്റ്റാർ എങ്കിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് കൂടുതൽ സിനിമകൾ കന്നഡ സിനിമകളിൽ ഉണ്ടാവണം. അത്തരത്തിലുള്ള വലിയ സിനിമകൾ അദ്ദേഹത്തിന് ഉണ്ടായില്ല. ഇനി ഉണ്ടായെങ്കിൽ തന്നെ അതൊന്നും ഒരു വലിയ വിജയമായി തീർന്നതുമില്ല. ഇപ്പോൾ അദ്ദേഹം രാമായണം എടുക്കുമ്പോൾ അതിനകത്ത് രാവണന്റെ റോള് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന കേട്ട് തെലുങ്കൊക്കെ വിട്ടിട്ട് കന്നഡയൊക്കെ വിട്ടിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മോശ അവസ്ഥയിൽ ഇവിടെ മലയാളത്തിൽ തന്നെ ഗീതു മോഹൻദാസിനെ പോലെ ഒരു എന്താണ് പറയുന്നത് ഒരു വലിയ രീതിയിലൊരു ഡയറക്ടർ ആവാൻ സാധിക്കാത്ത ഗീതു മോഹൻദാസിന്റെ ഒരു സിനിമയ്ക്കകത്താണ്, ടോക്സിക് എന്ന മറ്റോ പേരിട്ട ഒരു സിനിമയ്ക്കകത്താണ് ഇപ്പം യാഷ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനും ആലോചിച്ചു ആദ്യം ഈ യാഷ് ഈ പടത്തിലൊക്കെ അഭിനയിക്കുമെന്ന് പറഞ്ഞപ്പം KGF ഒക്കെ എടുത്ത് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഞാനും വിചാരിച്ചു ഈ യാഷ് ഇങ്ങനെയൊക്കെ വന്ന് അഭിനയിക്കുമെന്ന്. പിന്നീട് എനിക്ക് മനസ്സിലായി സിനിമയൊന്നും കിട്ടാത്തതുകൊണ്ട് യാഷ് ഇവിടെ വന്ന് അഭിനയിച്ചു. അപ്പം നമ്മളിപ്പോൾ എടുക്കുമ്പം പൊട്ടിപ്പൊളിഞ്ഞു നിന്ന ലാലേട്ടൻ മലയാളം എന്ന് പറയുന്നു, ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന രജനീകാന്ത് തമിഴെന്ന് പറയുന്നു, സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങിയ അല്ലു അർജുൻ്റെ തെലുങ്കെന്ന് പറയുന്നു, കന്നഡ സിനിമയിൽ ഒന്നുമല്ലാത്ത രക്ഷപ്പെടാൻ സാധിക്കാത്ത യാഷാണ് കന്നഡയെന്ന് പറയുന്നു. അപ്പോൾ ഫലത്തിൽ എനിക്ക് തോന്നി ഈ ഹിന്ദി സിനിമ ഈ റിലീസിന് കാത്തിരിക്കുന്ന ഹിന്ദി സിനിമയ്ക്കകത്ത് സ്ക്രിപ്റ്റ് റൈറ്റർക്ക് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, സൗത്ത് ഇന്ത്യൻ ഭാഷകളിലെ സിനിമകളൊന്നും അല്ല എന്ന് കാണിക്കണം. സൗത്ത് ഇന്ത്യൻ ഭാഷകളിലുള്ള സിനിമകളൊക്കെ വളരെ മോശമാണെന്ന് കാണിക്കണം. അതായത് ഇപ്പം ഹിന്ദി സിനിമയെ ഏറ്റവും കൂടുതൽ ഒരു ബോക്സ് ഓഫീസ് കളക്ഷനിൽ വെല്ലുവിളിക്കുന്ന തെലുങ്ക് സിനിമയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ തെലുങ്ക് സിനിമയിലൂടെ നമ്മൾ കൂട്ടി വരുമ്പം കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പുള്ള മലയാള സിനിമകൾ ഓരോ മാസത്തെയും കണക്കെടുത്തു കഴിഞ്ഞാൽ കോടികളായിരുന്നു മലയാള സിനിമകൾ കളക്ട് ചെയ്ത സിനിമകൾ കോടികൾ. അപ്പം എനിക്കൊന്ന് തെലുങ്ക് സിനിമയും ഹിന്ദി സിനിമയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തമിഴ് സിനിമയും അല്ലെങ്കിൽ മലയാള സിനിമയൊക്കെ വലിയ രീതിയിലുള്ള ഒരു കളക്ഷന് ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട് തെലുങ്ക് എന്ന് പറയുന്നത്, ബോളിവുഡ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിക്ക് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഈ സൗത്ത് ഇന്ത്യൻ ഭാഷകളൊന്നും അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന നായകന്മാരാണ് ആ ഭാഷയിലേക്ക് ഏറ്റവും വലിയ ആൾക്കാർ. മോഹൻലാൽ മലയാളം, രജനീകാന്ത് തമിഴ്, അല്ലു അർജുൻ തെലുങ്ക്, യാഷ് കന്നഡ എന്ന് പറയുന്നത്. അല്ലാതെ ഇതിനകത്ത് യാതൊരു കാര്യവുമില്ല. കാര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഏത് രീതിയിലാണ് ഇങ്ങനെ പറയുന്നത്, ചിലപ്പം എനിക്കൊന്ന് നായിക കഥാപാത്രത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പറയുന്നതായിരിക്കും പറയുന്നത്. പക്ഷേ അത്തരത്തിലുള്ളൊരു മെസ്സേജ് കൊടുക്കുമ്പം മലയാള സിനിമയിൽ ലാലേട്ടനാണോ ഏറ്റവും മികച്ച നടൻ എന്ന് പറയുന്നത്? മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള, അപ്പോൾ ചോദിക്കും നാഷണൽ അവാർഡ് എന്തായാലും ആരുടെ ഇഷ്ടത്തിൻ്റെ പുറത്ത് നാഷണൽ അവാർഡ് മമ്മൂക്കൊക്കെ എടുത്ത് കൊടുക്കാറില്ല. 3 നാഷണൽ അവാർഡും 6 സ്റ്റേറ്റ് അവാർഡും വാങ്ങിച്ച് നിരവധി ഫിലിംഫെയർ അവാർഡുകളും വാങ്ങിച്ച റെക്കോർഡ്സിൻ്റെ ബലത്തിൽ പോലും അല്ലാതെ തന്നെ നമുക്കറിയാം മലയാള സിനിമയിലെ ഏറ്റവും വലിയ അഭിനേതാവ് ആരാണ്, ഏറ്റവും മികച്ച നടൻ ആരാന്നുള്ളത്. മമ്മൂക്കയെ വെല്ലുവിളിക്കാൻ അതിനൊരു നടൻ മലയാള സിനിമയിൽ ഇന്നുവരെ ഉണ്ടായിട്ടുമില്ല. ഇനി സമീപഭാവിയിലെങ്കിലും മമ്മൂക്കയെ വെല്ലുവിളിക്കാൻ വേണ്ടിയൊരു നടൻ മലയാള സിനിമയിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ തമിഴ്നാട്ടിൽ തന്നെ കമലഹാസനെ പോലൊരു വലിയൊരു ആക്ടർ കിടക്കുമ്പം അല്ലെങ്കിൽ വിജയിയും അജിത്തിനെ പോലുള്ള സ്റ്റാർസ് കിടക്കുമ്പോഴാണ് രജനീകാന്തിൻ്റെ പേരവിടെ പറയുന്നത്. തെലുങ്കിൽ നിന്നും പറയാൻ വേണ്ടിയിട്ട് രാംചരണിനെ പോലുള്ള വിവാദങ്ങളിലൊന്നും പെടാത്ത വലിയ കളക്ഷൻ സിനിമയ്ക്ക് നേടിയെടുക്കുന്ന രാംചരണിനെയും ജൂനിയർ NTRനെയും മഹേഷ് ബാബുവിനെയൊക്കെ പോലുള്ള വലിയ സ്റ്റാർസ് അവിടെ തെലുങ്ക് സിനിമയിൽ പ്രഭാസിനെയൊക്കെ പോലുള്ള വലിയ സ്റ്റാർസ് കിടക്കുമ്പോഴാണ് അല്ലു അർജുൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു.